ഇന്ത്യ പാക് സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ അടിയന്തരമായി യോഗം വിളിച്ചു കൂട്ടണമെന്ന വാശിയിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച്. ഈ 3 ദിവസം കൊണ്ട് രാജ്യം മുൾമുനയിലാണ് നിന്നത്. അപ്പോൾ പോലും പ്രതിപക്ഷ നേതാവിന്റെ പൊടി പോലും കാണാനില്ലായിരുന്നു. നമ്മുടെ രാജ്യം വലിയ അപകടാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒന്ന് എത്തി നോക്കാൻ പോലും തുനിയാത്തവരാണ് ഇപ്പോൾ അടിയന്തരമായി യോഗം വിളിച്ചു ചേർക്കാൻ ഒരുങ്ങുന്നതും. എന്തൊരു വിരോധാഭാസമാണിതെന്നാണ് പൊതുജന ചോദ്യം. ഇവിടെ മറ്റൊരു കാര്യമാണ് ഓർമ്മയിൽ കൂടെ എടുത്തു പറയേണ്ടത്. രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട 3 പേരുണ്ട്. കടുത്ത മോദി വിരുദ്ധനും മോദി വിമർശകനുമായ അസറുദ്ദീൻ ഒവൈസി, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, അതേപോലെ തന്നെ കോൺഗ്രസ് MP ശശി തരൂർ. ഇവർ 3 പേരും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എടുത്ത നിലപാടുകൾ അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. ഇതിൽ രാഷ്ട്രീയ നിരീക്ഷകന് ജിതിൻ ജേക്കബ് പങ്കുവച്ച ഒരു പോസ്റ്റിൽ ഇവർ 3 പേരുടെയും പങ്കാളിത്തത്തെക്കുറിച്ചും ആ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും വിരോധം മറന്നുകൊണ്ട് മോദിക്കൊപ്പം നമ്മുടെ രാജ്യത്തിനൊപ്പം നിന്നവരാണ് ഈ 3 പേരും. ജിതിൻ ആ പോസ്റ്റിൽ ഓരോരുത്തരും അവർ എടുത്ത നിലപാടിനെ എടുത്തു തന്നെ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ആ ഒരു അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിങ്ങനെയായിരുന്നു: ഓരോ തിരഞ്ഞെടുപ്പിലും തോറ്റു തുന്നം പാടിയ ശേഷം വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയിൽ ജനാധിപത്യമില്ല, അമേരിക്കയും യൂറോപ്പും ഇടപെടണം എന്നൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരമുണ്ടോ? രാജ്യം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യത്തിനു വേണ്ടി മുന്നിൽ നിന്ന് പൊരുതേണ്ട ആളെ എങ്ങും കാണാത്തത് കൊണ്ട് ചോദിച്ചു പോയതാണ് എന്നതായിരുന്നു. ഇത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഓരോരുത്തർക്കും ചോദിക്കാനുള്ളത് എന്നതാണ് മനസ്സിലാകുന്നത്. അവസാനം എല്ലാം കഴിഞ്ഞപ്പോഴാണ് പ്രതിപക്ഷമാകട്ടെ പ്രഹസനത്തിന് വേണ്ടി പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതും. അവർ ഇപ്പോൾ 1971 നടന്ന കാര്യവും അതിൽ ഇന്ദിരാഗാന്ധി എടുത്ത നിലപാടുമാണ് ചൂണ്ടിക്കാണിക്കുന്നതും. ഇതിലും വലിയ വിരോധാഭാസം എന്താണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും. അതേസമയം കോൺഗ്രസ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: അതിർത്തിയിലുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണ ഓപ്പറേഷൻ സിന്ദൂർ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ തുടങ്ങിയവയെക്കുറിച്ച് ജനങ്ങൾ അറിയേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കത്തിലൂടെ തന്നെ വ്യക്തമാക്കുന്നത്. മുന്നിലുള്ള വെല്ലുവിളികളെ നേരിടാൻ ഒറ്റക്കെട്ടായി ദൃഢനിശ്ചയത്തോടെയുള്ള അവസരമായി ഇത് മാറുമെന്നും രാഹുൽ പറയുന്നുണ്ട്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ കത്തെഴുതിയിരിക്കുന്നത്. കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്ത്യ ഷിംല കരാറിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടോ, 3ാം കക്ഷിക്ക് ഇടപെടാനുള്ള വാതിൽ ഇന്ത്യ തുറന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയണമെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശും പറയുന്നത്. വെടിനിർത്തൽ ധാരണയുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച പാർലമെന്റിൽ നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റും ആവശ്യപ്പെടുന്നുണ്ട്. അമേരിക്ക അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി എന്നും എന്തെല്ലാം കാര്യങ്ങൾ അമേരിക്കയുമായി സർക്കാർ ചർച്ച ചെയ്തെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.